നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. അത് ഈ കൊല്ലം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യണം. ജോലിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് സ്വന്തമായി വല്ല സ്റ്റാർട്ടപ്പും തുടങ്ങണം. പുതിയൊരു വീട് വെക്കണം. ഈ വർഷം എന്തായാലും പുതിയൊരു കാറ് വാങ്ങണം. എൻ്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ പല ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വെച്ചെങ്കിലും വീണ്ടും നമ്മൾ ആ പഴയ ലൈഫിലേക്ക് തന്നെ പോയി. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾ പലതും നമ്മൾ മറന്നു. ഈ ഒരു പ്രശ്നം നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ? ഹലോ ഓൾ, ഞാൻ ഫാരിസ്. ഞാനൊരു എഡ്യൂക്കേറ്ററാണ്. പബ്ലിക് സ്പീക്കിങ്ങും കോച്ചിങ്ങും ഒക്കെയാണ് ഇഷ്ടമേഖല. നിരവധി ഇന്റർനാഷണൽ കോൺഫറൻസുകളിലും നാഷണൽ കോമ്പറ്റീഷൻസിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സൈക്കോളജി വിദ്യാർത്ഥി കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ്, പ്രൊഡക്ടിവിറ്റി, ഈ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴും ഇന്റർനാഷണൽ യൂട്യൂബേഴ്സിന്റെ കോണ്ടന്റ് കാണുമ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ 8 ട്രാൻസ്ഫോർമേറ്റീവ് ടിപ്സ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നോട്ട്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറയുന്ന പോയിന്റ്സ് വെറുതെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഉണ്ടാകുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീഡിയോ ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ നോട്ട്സിലൂടെ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ കിട്ടുകയും അത് നമുക്ക് പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ആ ഒരു 8 ടിപ്പുകൾക്ക് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മോട്ടിവേഷണൽ ട്രാപ്പ്. നമ്മളിൽ പല ആളുകളും പെട്ടുപോയിട്ടുള്ളതും ഈ ഒരു ട്രാപ്പിലായിരിക്കും. ചില ഷോർട്സും റീൽസും ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ പലരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ മോട്ടിവേഷൻ കയറും. അതുപോലെ ജീവിക്കണം, അതുപോലെയുള്ള ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും ഇൻ റിയാലിറ്റി ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഗോൾസ് ഒക്കെ അവിടെ വെറും ഗോൾസായി മാത്രം നിലനിൽക്കുകയും ആക്ഷൻ അതുമായി ചേരാത്തൊരവസ്ഥയും ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള 8 പ്രാക്ടിക്കൽ ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, ഡു ഹാർഡ് തിങ്സ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബോഡിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ഫിറ്റായ ബോഡിയും 6 പാക്കും ഒക്കെ ഉണ്ടായിരുന്നേനെ. ഹെൽത്തി ആയിരിക്കാൻ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് നിർബന്ധമാണ്. അത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും നന്നായി വായിക്കാനും പഠിക്കാനും സ്കിൽ അക്വയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഹാർഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 1. നമ്പർ 2, ദ എൻഡ് ഇസ് ദ ബിഗിനിങ്. സാധാരണയായിട്ട് നമ്മൾ പറയും ഒരു ദിവസത്തെ രാവിലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ വിജയിച്ചു, അല്ലേ? ഇഫ് യു വിൻ ദ മോർണിംഗ് യു വിൻ ദ ഡേ. ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ആ മോർണിംഗ് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വിച്ച് മീൻസ് അന്ന് രാത്രി തന്നെ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് രാത്രി കുറച്ച് നേരത്തെ നമ്മുടെ ഡിന്നർ കഴിക്കാനും അതുപോലെ വായിക്കാനും നേരത്തെ തന്നെ കൃത്യമായി കിടന്നുറങ്ങാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴേ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്തു തീർക്കാനും കഴിയുകയുള്ളൂ. സോ രണ്ടാമത്തെ ടിപ്പിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നൈറ്റ് റൊട്ടീൻ ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ പ്രൊഡക്റ്റീവായി മാറുകയുള്ളൂ. പക്ഷേ നൈറ്റ് ലൈഫ് ഇത്രത്തോളം ഹാപ്പിയായി ആളുകൾ കൊണ്ടു നടക്കുമ്പോൾ, നൈറ്റ് ടൈമിൽ നമ്മുടെ ഫുഡ് സ്പോട്ടൊക്കെ ഓൺ ആക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ടോപ്പ് 1% എത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ നൈറ്റ് റൊട്ടീൻ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോർണിംഗ് റൊട്ടീനും ട്രാക്കിലാവും. നമ്പർ 3, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പേർപ്പസ്. ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ഫ്രഷ് ആവുകയും വർക്കൗട്ട് ചെയ്യുകയും നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള എന്ത് എക്സസൈസും നമുക്ക് അതുവഴി ചെയ്യാം. സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷായി അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പോൾ തന്നെ നമുക്കൊരു വിന്നിങ് ഫീൽ കിട്ടുകയും റെസ്റ്റ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്പർ 4, ഫ്യൂച്ചർ പ്രൂഫ് യുവർ ബോഡി. ഒരു 10-40 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇതേ ഹാബിറ്റിൽ ഇതുപോലെ വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് തോന്നിയ സ്ലീപ്പ് റൊട്ടീനുമായി ജീവിച്ചു കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എങ്ങനെയായിരിക്കും? നടക്കാൻ കഴിയാതെ പരസഹായം വേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെയല്ലാതെ നല്ല ഹെൽത്തിയായി ഓൾഡ് ഏജിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ടേ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കെയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ
എൻഡ് റിസൾട്ട് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡിൻ്റെയൊക്കെ വെൽബീയിങ് ഫോക്കസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 4. നമ്പർ 5, ട്രീറ്റ് ഫുഡ് ആസ് മെഡിസിൻ. നമ്മുടെ ഭക്ഷണത്തെ മരുന്നിനെ പോലെ കാണുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരുപാട് വാരി വലിച്ച് കഴിക്കുമ്പോൾ അതൊരു അൺഹെൽത്തി ബോഡിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ മൈൻഡിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയും നമ്മൾ ഫാറ്റ് ആവുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം ഷുഗറി ഫുഡുകൾ കഴിയുന്നത്ര ഒഴിവാക്കി, പ്രോസസ്ഡ് ഫുഡുകൾ, പാക്ഡ് ഫുഡുകളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെക്കുറിച്ച് പഠിക്കുക. എന്താണ് നമ്മുടെ ബോഡി ടൈപ്പ്, എന്താണ് നമ്മുടെ വർക്കൗട്ട് ടൈപ്പ്, ഏത് ക്ലൈമറ്റിലാണ് നമ്മളുള്ളതെന്നൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ്. നമ്പർ 6, കിൽ ദ ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ റിയൽ ഗോളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ലൈഫിലുണ്ട്. നമ്മളിൽ പല ആളുകൾക്കും അത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാവും, അഥവാ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാവും. ഇൻസ്റ്റഗ്രാമിൽ 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച നമ്മൾ 1, 2, 3, 4 മണിക്കൂറുകൾ പോയതേ അറിയാറില്ല. അതിന് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ടിപ്പ്, ബി ദ മാസ്റ്റർ ഓഫ് യുവർ ഫോൺ. നമ്മളാണ് നമ്മുടെ ഫോൺ പൈസ കൊടുത്ത് വാങ്ങിയത്. അതൊരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യരുത്. നമ്മളായിരിക്കണം നമ്മുടെ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത്. എത്ര നേരം ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇതല്ലാതെ വീഡിയോ ഗെയിംസ്, ഫോൺ, പല ആളുകൾക്കും പല രൂപത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. ഈ ഡിസ്ട്രാക്ഷനുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഫ്യൂച്ചറിനെയാണ് കൊല്ലുന്നതെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ഒഴിവാക്കാനും നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റുകളെയും നമ്മുടെ സോഷ്യൽ മീഡിയയും ഒക്കെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്തുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സായി മാറാൻ, പ്രൊഡക്റ്റീവായി ഇത് യൂസ് ചെയ്യാൻ, അതല്ലാതെ വെറുതെ കോണ്ടന്റ് കൺസ്യൂമേഴ്സ് ആയി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ, നമ്മൾ കാണുന്ന കോണ്ടന്റ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയി നമ്മുടെ ലൈഫിലെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന രൂപത്തിലുള്ളതായിരിക്കണം. അത് ലിമിറ്റഡ് ടൈം യൂസ് ചെയ്ത് ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നമ്പർ 7, റിമൂവ് ഐസൊലേഷൻസ്. അഥവാ വെറുതെ ഒറ്റയ്ക്കിരിക്കുന്നതും കുറേ നേരം അനാവശ്യമായി ഒറ്റയ്ക്കിരുന്ന സമയം പാഴാക്കുന്നതും നമ്മൾ ഒഴിവാക്കുക. അതിന് പകരം നല്ല സോഷ്യൽ കണക്ഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുക. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നല്ല രൂപത്തിലുള്ള ഒരു ബന്ധം നിലനിർത്താനും നമ്മുടെ ഗോൾസുമായി അലൈൻ ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ മെമ്പറായി അവരുമായിട്ട് നമ്മുടെ ഗോൾസ് ഷെയർ ചെയ്യാനും അവരിൽ നിന്ന് നല്ല ടിപ്സ് സ്വീകരിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ, നമ്മുടെ അതേ ലൈക്ക് മൈൻഡ് സെറ്റുള്ള കുറച്ച് ആളുകളുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾ ഒന്നുകൂടെ എളുപ്പമാകും. നമ്മൾ സ്ഥിരം പറയാറ് ഒരു കോട്ടുണ്ട്, യു ആർ ദി ആവറേജ് ഓഫ് ദ 5% ദാറ്റ് യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. നിങ്ങളാൽ ചുറ്റപ്പെട്ട 5 ആളുകളുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള 5 ആളുകൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണോ, അതല്ല നമ്മുടെ എനർജി വലിച്ചെടുക്കുന്ന, നമ്മോട് എപ്പോഴും നെഗറ്റീവ് അടിക്കുന്ന, നമ്മളെ ഒരിക്കലും സഹായിക്കാത്ത രൂപത്തിലുള്ള ആളുകളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആ ഒരു സർക്കിളിൽ നിന്ന് മാറി നമ്മുടെ ഗോൾസിനെ എത്താൻ സഹായിക്കുന്ന നല്ലൊരു സർക്കിളിലേക്ക് മാറാനുള്ള ഡിസിഷൻ ഇപ്പോൾ തന്നെ എടുക്കണം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ടിപ്പ്. The last and most important tip, stop watching motivational garbage. അതിപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ പോയിന്റ്സ് ആണെങ്കിലും ഈ ഒരു വീഡിയോ ആണെങ്കിലും വെറുതെ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന ആ ഒരു ഹാബിറ്റ് നമ്മൾ ഒഴിവാക്കണം. ബിക്കോസ് അപ്പം നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്നത്, നമ്മൾ വലിയ പ്രൊഡക്റ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഓ, എനിക്ക് ആ കാര്യങ്ങൾ അറിയാം, ഈ കാര്യങ്ങൾ അറിയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ളതിലുപരി ആക്ഷൻ എടുക്കുന്നതിൽ നമ്മൾ പലപ്പോഴും ഫെയിലായി പോകും. ആക്ഷൻ എടുക്കാത്ത കാലത്തോളം നമ്മൾ സക്സസ് ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷണൽ വീഡിയോ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ഹെൽപ്പ് വീഡിയോ നമ്മൾ കണ്ടു, ആ സമയത്ത് അത് നമ്മുടെ റിയൽ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഓരോ പുതിയ ടിപ്സ് തരും, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അതല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടു വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റീവ് അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ അലസമായി ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോ ഫോണിനേക്കാൾ ഡേഞ്ചറസ് ആണെന്ന് പറയുന്ന പല സെൽഫ് ഹെൽപ്പ് എക്സ്പേർട്ടുകളുമുണ്ട്. കാരണം മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയുന്നില്ല ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ്, പക്ഷേ ഇൻ റിയാലിറ്റി ഞാൻ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത്. സോ മൈ ഫൈനൽ മെസ്സേജ് ടു ഓൾ ഓഫ് യു ഗൈസ് ഇസ് ടേക്ക് ആക്ഷൻ, ബിക്കോസ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്.